പറയോ? വേണ്ട. ശുപ്പാണ്ടി തന്നെ പറയണം. വേണം. ശരി, ഞാൻ പറയാം. യശോദാമ്മേ, ആഹാ, കളിയോഗം ഇന്ന് നേരത്തെ പിരിഞ്ഞോ? എന്നിട്ട് യോഗത്തിന്റെ നേതാവ് എത്തിയില്ലല്ലോ. രാമ, കണ്ണൻ എവിടെ? പറയട്ടെ. എന്താ ഒരു തർക്കം? മനസ്സിലായി. കണ്ണൻ എന്തോ സാരമായ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. രാമന്റെ മട്ടും ഭാവവും കണ്ടാൽ അറിയാം. മോനെ, കണ്ണൻ എന്താ ചെയ്തത്? കണ്ണൻ മണ്ണ് തിന്നമ്മേ, ഒത്തിരി മണ്ണ് തിന്നു. മണ്ണ് തിന്നോ? ഏയ്, വെണ്ണയും പാലും കവർന്നു തിന്നു പറഞ്ഞാൽ വിശ്വസിക്കാം. മണ്ണ് തിന്നുന്ന ശീലം ഇതുവരെ അവനില്ലായിരുന്നല്ലോ. ഇവരൊക്കെ കണ്ണനെ കുറിച്ച് കള്ളം പറയൂ അമ്മേ. കണ്ണൻ കുത്തുപിടിച്ച് മണ്ണുവാരി തിന്നുന്നത് ഇവര് കണ്ടതാ. സത്യമാണോ ശുപ്പാണ്ടി? സത്യമാണോന്ന് ചോദിച്ചാ ബലരാമൻ പറഞ്ഞതിന്റെ ബലത്തിൽ ഞാൻ പറയാ യശോദാമേ, കണ്ണൻ മണ്ണ് തിന്നു. അമ്മേ, ഇപ്പോഴേ തടഞ്ഞില്ലെങ്കിൽ കണ്ണൻ ഇനിയും മണ്ണ് തിന്നും. മണ്ണ് തിന്ന അസുഖം പിടിക്കില്ലേ അമ്മേ? ഓ, വലിയ അസുഖമൊന്നും പിടിക്കില്ല, ചെറിയൊരു വയറുകടി പ്രതീക്ഷിക്കാം. അത്രയ്ക്കായോ കണ്ണന് തന്നിഷ്ടം? അവന്റെ മണ്ണ് തീറ്റി ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം. രാമ, കണ്ണനെ പോയി വിളിച്ചോണ്ട് വരൂ. ശുപ്പാണ്ടി, വിളിക്കേ. അമ്മേനെ വിളിച്ചോ? നീ മണ്ണ് തിന്നോടാ. നിന്നോടാ ചോദിച്ചത്, മണ്ണ് തിന്നോന്ന്. മണ്ണ് തിന്നോ? മണ്ണ് ആരെങ്കിലും തിന്നു അമ്മേ? ആ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞതാ എനിക്ക് തല്ല് വാങ്ങിത്തരാൻ. ഓഹോ, എങ്കിൽ വായ തുറക്ക്. ഞാൻ മണ്ണ് തിന്നില്ല അമ്മേ, സത്യമായിട്ടും തിന്നില്ല. വാ തുറക്കടാ, വാ തുറക്കാൻ. മണ്ണ് തിന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് വായിലൊക്കെ മണ്ണ് പറ്റിയിരിക്കുന്നതോ? സത്യം പറയടാ, മണ്ണ് തിന്നില്ലേ? ഇച്ചിരി തിന്നു. ആഹാ, തല്ലുകൊള്ളാനുള്ള ഉടൽ വായ്പില്ല. തല്ലുകൊള്ളുന്ന തരമേ കയ്യിലുള്ളു താനും. കണ്ണാ, ഇനി നീ മണ്ണ് തിന്നൂന്നറിഞ്ഞാ നിന്നെ വിട്ട് അമ്മ എങ്ങോട്ടെങ്കിലും പോയി കളയും. എങ്ങോട്ടെങ്കിലും. അമ്മേ, എന്റെ പുന്നാരമ്മേ, കണ്ണൻ എന്നെ എങ്ങോട്ടും വിടില്ല. കണ്ണൻ ഇനി മണ്ണ് തിന്നൂല അമ്മേ. അമ്മേ, അമ്മേ. നീ വൃന്ദാവനം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അമ്പാടി വിട്ട് നമ്മളൊക്കെ വൃന്ദാവനത്തിലേക്ക് താമസം മാറുന്നുവെന്ന് കേട്ടപ്പോൾ അച്ഛനാ ഈ വൃന്ദാവനത്തെക്കുറിച്ച് പറഞ്ഞത്. മയിലുകളും കുയിലുകളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ചന്തമുള്ള സ്ഥലമായി വൃന്ദാവനം. യമുനാ നദിയുടെ തടത്തിലല്ലേ വൃന്ദാവനം? അതെ. പൈകൾക്ക് മെയ്യാൻ വേണ്ടോളം പുൽമേടുകളുണ്ടത്രേ. യമുനയിൽ നമുക്ക് ഇഷ്ടം പോലെ മുങ്ങി കളിക്കുകയും ചെയ്യാം. നിനക്കെന്താടാ കണ്ണാ ഇന്ന് കുഴൽവിളിയും കുസൃതിയും ഒന്നും ഇല്ലാതെ? നീ എന്താ ആലോചിക്കുന്നത്? എനിക്ക് അമ്പാടി വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല കൂട്ടരെ. അമ്പാടി പറമ്പിൽ കളിക്കുന്ന രസം വൃന്ദാവനത്തിൽ ഉണ്ടാവോ? നിന്റെ അച്ഛൻ നന്ദരാജനല്ലേ ഗോപന്മാരുടെ തലവൻ? വൃന്ദാവനത്തിലേക്ക് മാറണമെന്ന് തീരുമാനിച്ചതും നന്ദരാജനാണ്. അമ്പാടി വിടാൻ ഇഷ്ടമില്ലെന്ന് നീ അദ്ദേഹത്തോട് പറയട കണ്ണാ. പറഞ്ഞാല് രക്ഷയില്ല. അടുത്ത പൗർണമി നാളില് നമ്മളൊക്കെ വൃന്ദാവനത്തിലേക്ക് മാറിയിരിക്കും. എന്റെ വിഷമം മാറിയില്ല. അമ്പാടിയെ സ്നേഹിച്ച് എനിക്ക് ഇനിയും കൊതി തീർന്നില്ല കൂട്ടരെ. അതിനെന്താ, അടുത്ത പൗർണമിക്ക് ഇനിയും നാളുകളുണ്ടല്ലോ. അതുവരെ നീ അമ്പാടി സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീർത്തോ.
ശുപ്പാണ്ടി 2 ദിവസം നമ്മോടൊപ്പം കളിക്കാൻ വരുന്നില്ലല്ലോ. എന്ത് പറ്റി ശുപ്പാണ്ടിക്ക്? ആ ഗോപിക ഉണ്ടല്ലോ മേദിനി, അവൾ ശുപ്പാണ്ടിയെ നോക്കി കണ്ണടിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്തു. അന്നു മുതൽ ഒരുതരം ഭ്രാന്തന്റെ ഗോഷ്ഠികൾ കാട്ടിയ നടപ്പ് ദാ കണ്ടില്ലേ? ശുപ്പാണ്ടി കണ്ണാ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് ശുപ്പാണ്ടി. എന്താ ശുപ്പാണ്ടി? എനിക്ക് കളിപ്രായം കഴിഞ്ഞു, കല്യാണ പ്രായമായി. എനിക്ക് മേദിനെ വിവാഹം കഴിക്കണം കണ്ണാ. ഇരിക്കാതെ കണ്ണാ, നിനക്കെന്റെ അവസ്ഥ മനസ്സിലാകില്ല. മനസ്സിലായി. ശുപ്പാണ്ടിക്ക് വിവാഹപ്രായമായി. വൃന്ദാവനത്തിൽ ചെല്ലട്ടെ. ശുപ്പാണ്ടിയുടെ മേദിനിയുടെയും വിവാഹം ഈ കണ്ണൻ നടത്തി തരും. ഉറപ്പ്? ഉറപ്പ്. കണ്ണൻ പറഞ്ഞ എനിക്ക് വിശ്വാസമായി, സന്തോഷമായി. എന്നാ നമുക്ക് ഉറിയടിച്ച് കളിക്കാം. കളിക്കാം. പിന്നൊരു കാര്യം, മേദിനി ഇനിയും കണ്ണടിച്ചെന്ന് വരാം. അത് കണ്ട് രോഗികളെ പോലെ ഗോഷ്ഠികൾ കാട്ടരുത്. അതെ, ഒരു പുരുഷന്റെ തന്റെ അടുത്തോടെ നിന്ന് തിരിച്ചും കണ്ണടിച്ച് കാണിച്ചു കൊടുക്കണം. ഉറപ്പ്. അത് ഈ ശുപ്പാണ്ടി ഏറ്റു. ശുപ്പാണ്ടിയേട്ടാ, എന്തിനാ വിളിച്ചത്? ഒന്ന് കാണാൻ. ഈ കുഴലൊന്ന് വായിക്കോ. ശുപ്പാണ്ടി എവിടെ? ദേ, വായിക്കട്ടെ? ആ, വായിക്കാം. വായിക്കാം. ആമ്പാടിയിൽ ചെന്നാൽ ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയുമോ? യശോദാമ്മയെ കാണണമെന്ന് പറഞ്ഞാ മതി, അപ്പൊ അകത്തേക്ക് കടത്തിവിടും. യശോദ അമ്മയെ കാണണം. ഇതിലേ പൊയ്ക്കോളൂ.